വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇതാ കൈരളി ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകുകയാണ്. തൃശൂരിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അജയ്കുമാറിനെയാണ് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജയ്കുമാർ തിരുവനന്തപുരത്ത് വോട്ടർ പട്ടികയിലായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ വോട്ടർ പട്ടികയിൽ. സുരേഷ് ഗോപി ഇവിടുന്ന് താമസിച്ചിട്ട് ഇവിടുന്ന് പോയി, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് 1 മാസം ഉണ്ടായിരുന്നു. 1 മാസം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ഞാൻ കേൾക്കുന്നത്. നമ്മൾ കേട്ടത് നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അവിടെ ഈ കള്ളവോട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന ആക്ഷേപവും ഒക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. നൃപൻ, അതിന്റെ വസ്തുത എന്താണ്? തീർച്ചയായും ഈ വോട്ടർ പട്ടികയുടെ ക്രമക്കേട് ഈ തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. വോട്ട് കൊള്ള എന്ന് തന്നെ പറയാം. അതായത് അല്പം മുമ്പ് സുനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു മണ്ഡലത്തിലെ അതിർത്തി നിശ്ചയിക്കുമ്പോൾ ആ മണ്ഡലത്തിലുള്ളവരെ ആണ് വോട്ട് രേഖപ്പെടുത്തുക. മറിച്ച് ഇങ്ങനെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ആൾക്കാരെ അധികം പേരെ ഇങ്ങനെ 10,000-കണക്കിന് പേരെ കൊണ്ടുവന്ന് അനധികൃതമായി അവിടെ താമസിക്കാത്ത ആൾക്കാരെ വോട്ട് രേഖപ്പെടുത്തി വോട്ട് ചേർത്തു എന്നതാണ് വിവരം. അത് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തന്നെ അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് അന്ന് അവിടെ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ക്യാപിറ്റൽ ഫ്ളാറ്റിൽ C4-ലെ 9 പേര് വോട്ട് ചേർത്തിരുന്നു. അത് തന്നെയാണ് വീട്ടമ്മ പ്രസന്ന അവിടെ താമസിക്കുന്നവരല്ല എന്ന് പറഞ്ഞത്. ഈ അജയ്കുമാറിന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിന്റെ രേഖകളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അജയ്കുമാറിന് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വീണ്ടും വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട്. അതായത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഈ പറയുന്ന പൊൻകുന്നത്ത് ക്യാപിറ്റലിലെ C4 എന്ന അഡ്രസ്സിൽ വ്യാജമായി അനധികൃതമായി അവിടെ താമസിക്കുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കി അങ്ങനെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് അവിടെ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. അതായത് സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി ഇങ്ങനെ ഒരു അനധികൃതമായി അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ചേർത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP അട്ടിമറിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം BJP നടത്തിയത്. അതിന്റെ തെളിവുകളാണ് ദേശീയ തലത്തിൽ തന്നെ ദേശീയ പാർട്ടികൾ തന്നെ ഉന്നയിച്ചത്. അതിന്റെ തെളിവുകളാണ് രാഹുൽ ഗാന്ധി നേരത്തെ പുറത്തുവിട്ടത്. അത് തൃശൂരിലും പ്രകടമായിരുന്നു. തൃശൂരിലും അങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തി BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഈ പറയുന്ന അജയ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം. അജയ്കുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ പൊൻകുന്നത്ത് പോയി അവിടത്തെ വ്യാജമായി അനധികൃതമായി വോട്ട് രേഖപ്പെടുത്തി അവിടെ വോട്ട് ചെയ്യുന്നു. തിരിച്ച് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കാണിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് തന്നെ അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ട്. ആ പേര് ആണ് നമ്മൾ അജയ്കുമാറിന്റെ തിരിച്ചറിയൽ വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് നമുക്ക് ആ വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ തന്നെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അയൽവാസിയിൽ നിന്നാണ് അല്പം മുമ്പ് അയൽവാസിയുടെ പ്രതികരണമാണ് എടുത്തത്. അയൽവാസി തന്നെ പറയുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്, അദ്ദേഹം ഇവിടുത്തെ വോട്ടറാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ താമസക്കാരനാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രമല്ല അത് ഈ ഒരു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അവിടെ ഇങ്ങനെ വ്യാജമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിൽ അജയ്കുമാറിന്റെ പേര് ഇവിടെ ശാസ്തമംഗലത്താണ് ഉള്ളത്. അതാണ് നേരത്തെ തന്നെ പലരും ഉന്നയിച്ച ആരോപണം. ആ ആരോപണങ്ങൾ, ഈ വോട്ടുകൊള്ള സംബന്ധിച്ച ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് നമ്മൾ ഈ പുറത്തുവിടുന്ന രേഖകളും. അജയ്കുമാറിനെ സംബന്ധിച്ച് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പട്ടികയിൽ പേരുള്ളതും അവിടെ വീട്ടമ്മ പ്രസന്ന തന്നെ നിഷേധിച്ചതും ഇത് വസ്തുതാപരമായി തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. മനു.